കടലിലെ മത്സ്യകന്യക എന്ന ഐതിഹ്യത്തിനു പിന്നിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ജീവിയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഒരുപാട് കാലം കടലിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിരുന്ന പുരാതന നാവികർക്ക് തെറ്റിപ്പോയ ഒരു ജീവി. അതെ, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഡൂഗോങ്ങിനെക്കുറിച്ചാണ്, നമ്മുടെ സ്വന്തം കടൽ പശു. നമ്മുടെ മുന്നിലുള്ള ഈ സ്രോതസ്സുകൾ, അതായത് ബോൺ സഫാരി കോവളം തയ്യാറാക്കിയ മറൈൻ ബയോളജി ആൻഡ് കൺസർവേഷൻ ഗൈഡ്, ഒരുപാട് കൗതുകകരമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സൗമ്യനായ ഭീമന്റെ ലോകത്തേക്ക് ഒന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. നമ്മുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. ആരാണ് ഈ ഡൂഗോങ് എന്ന് മനസ്സിലാക്കുക മാത്രമല്ല, നമ്മുടെ കടലിന്റെ ആരോഗ്യത്തിൽ അവയുടെ റോൾ എന്താണ്, എന്തുകൊണ്ടാണ് അവ ഇന്ന് ഇത്ര വലിയൊരു ഭീഷണി നേരിടുന്നത്, ഈ ചോദ്യങ്ങൾക്കെല്ലാം നമ്മൾ ഉത്തരം കണ്ടെത്തും. ഈ ചർച്ച കഴിയുമ്പോഴേക്കും ഡൂഗോങ് വെറുമൊരു ജീവിയല്ല, ഒരു സൂചകമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. കടൽ പശു എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു പാവത്താനായ പുല്ല് തിന്നുന്ന ഒരു ജീവിയുടെ ചിത്രമല്ലേ മനസ്സിൽ വരുന്നത്? പക്ഷേ ഈ ഗൈഡ് വായിച്ചപ്പോൾ എന്നെ ഏറ്റവും ആകർഷിച്ചത് യഥാർത്ഥ മത്സ്യകന്യക എന്ന വിശേഷണമാണ്. എനിക്കിപ്പോഴും അത്ഭുതമാണ്, ഇത്ര വലിയൊരു ജീവിയെ കണ്ട് എങ്ങനെയാണ് മത്സ്യകന്യകയാണെന്ന് പുരാതന നാവികർക്ക് തെറ്റിദ്ധരിക്കാൻ കഴിഞ്ഞത്? ഒറ്റ നോട്ടത്തിൽ ഒരു സാമ്യവുമില്ല, അല്ലേ? പക്ഷേ അതിനു പിന്നിൽ രസകരമായൊരു കാരണമുണ്ട്. ഈ ഗൈഡ് പറയുന്നത് അവയുടെ കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്ന രീതിയാണ് ഈ തെറ്റിദ്ധാരണയ്ക്ക് വഴിവെച്ചത് എന്നാണ്. ഒരു ഡൂഗോങ് അതിന്റെ കുഞ്ഞിനെ ഒരു മനുഷ്യനെ പോലെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വെള്ളത്തിന് മുകളിലേക്ക് വന്ന് പാലൂട്ടാറുണ്ട്. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, മാസങ്ങളോളം കടലിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരു നാവികൻ ദൂരെ നിന്ന് ഈ കാഴ്ച കാണുകയാണ്. ശരിയാണ്. ഒരു സ്ത്രീ കുഞ്ഞിനെ ലാളിക്കുന്നത് പോലെ അയാൾക്ക് തോന്നാം. ആ ഒരു കാഴ്ചയാവാം വർഷങ്ങളോളം നീണ്ടുനിന്ന മത്സ്യകന്യക എന്ന കെട്ടുകഥയ്ക്ക് ജീവൻ നൽകിയത്. അത് ശരിയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ അതിലൊരു യുക്തിയുണ്ട്. അപ്പോ ഇതാണ് കഥകളിലെ ആ മത്സ്യകന്യക. പക്ഷെ ഡൂഗോങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതല്ല, അല്ലേ? ഗൈഡില് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. തീർച്ചയായും. ഇവിടെയാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം വരുന്നത്. പൂർണ്ണമായും സമുദ്രത്തിൽ ജീവിക്കുന്ന സസ്യാഹാരിയായ ലോകത്തിലെ ഒരേയൊരു സസ്തനിയാണിത്. ഒരേയൊരു സസ്തനി? അതെ. ജനനം മുതൽ മരണം വരെ അവയുടെ ജീവിതം കടലിൽ തന്നെയാണ്. സീലുകളെപ്പോലെയോ കടൽനായകളെപ്പോലെയോ അവ കരയിലേക്ക് വരാറേയില്ല. വിശ്രമിക്കാനോ പ്രസവിക്കാനോ ഒന്നിനും. ഇതൊരു അത്യപൂർവമായ ജീവിതരീതിയാണ്. ഈ ഗൈഡ് വായിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, പലർക്കും ഡൂഗോങ്ങും മനാറ്റിയും തമ്മിൽ തെറ്റാറുണ്ട് എന്നതാണ്. ഒറ്റനോട്ടത്തിൽ രണ്ടും ഒരുപോലെയിരിക്കും. ഇവ രണ്ടും സൈറീനിയ എന്ന ഒരേ ഓർഡറിലാണ് വരുന്നതെന്നും പറയുന്നുണ്ട്. പക്ഷെ സൂക്ഷിച്ചു നോക്കിയാൽ നല്ല വ്യത്യാസങ്ങളുണ്ട്. അതെ, ആ വ്യത്യാസങ്ങൾ അവയുടെ ജീവിത രീതിയെ തന്നെ നിർവചിക്കുന്നവയാണ്. ഗൈഡിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. ഏറ്റവും പ്രകടമായ വ്യത്യാസം വാലിലാണ്. ഡൂഗോങ്ങിന് ഒരു ഡോൾഫിനെ പോലെ രണ്ടായി പിളർന്നൊരു വാലാണുള്ളത്, ഒരു ഫ്ലൂഗ്ഡ് ടെയിൽ. ഭംഗിയുള്ള വാൽ. അതെ, ഇത് വെള്ളത്തിലൂടെ വേഗത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്നു. എന്നാൽ മനാറ്റിയുടേത് ഒരു തുഴ പോലെയുള്ള വലുപ്പമുള്ള പരന്ന വാലാണ്, ഒരു പാഡൽ ഷേപ്ഡ് ടെയിൽ. അപ്പോൾ ഒന്ന് വേഗതയ്ക്കും ദിശ മാറ്റാനും മറ്റേത് പതുക്കെ തുഴഞ്ഞു നീങ്ങാനും. എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ ഗൈഡിൽ പറയുന്ന മറ്റൊരു കാര്യം അവയുടെ മുഖത്തെക്കുറിച്ചാണ്. ഒരു വാക്യൂം ക്ലീനർ പോലെയാണതെന്ന് പറയുന്നുണ്ടല്ലോ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതൊരു മികച്ച ഉപമയാണ് ശരിക്കും. ഡൂഗോങ്ങിന്റെ മുഖം കടലിന്റെ അടിത്തട്ടിൽ നിന്ന് പുല്ലുമേയാൻ പാകത്തിന് നന്നായി താഴേക്ക് വളഞ്ഞതാണ്. അവയുടെ മേൽച്ചുണ്ടും വളരെ ശക്തമാണ്. ഇതുപയോഗിച്ച് കടൽത്തട്ടിലെ പുല്ല് വേരോടെ പിഴുതെടുത്ത് കഴിക്കാൻ അവയ്ക്ക് സാധിക്കുന്നു. ഒരു വാക്യൂം ക്ലീനർ തറ വൃത്തിയാക്കുന്നത് പോലെ. അതെ, പക്ഷെ മനാറ്റിയുടെ മുഖം അത്രത്തോളം താഴേക്ക് വളഞ്ഞതല്ല. കാരണം അവ ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യങ്ങളും കഴിക്കാറുണ്ട്. ഓക്കെ, ആവാസവ്യവസ്ഥയിലും ഒരു പ്രധാന വ്യത്യാസമുണ്ടല്ലോ. അതെ, ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം അതാണ്. ഡൂഗോങ്ങുകൾ തനി കടൽ ജീവികളാണ്. ഉപ്പുവെള്ളത്തിൽ മാത്രമേ അവയെ കാണാൻ സാധിക്കൂ. എന്നാൽ മനാറ്റികൾക്ക് ശുദ്ധജലത്തിലും ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് അവയെ നദികളിലും കായലുകളിലുമൊക്കെ കാണാം. ഈ വ്യത്യാസങ്ങൾ കാരണം ഡൂഗോങ് ഒരു പ്രത്യേക സമുദ്ര ആവാസവ്യവസ്ഥയുടെ മാത്രം ഭാഗമാണ്. അപ്പോൾ ഡൂഗോങ് ഒരു തനി കടൽ ജീവിയാണ്,
എന്നാൽ അതിനെ കൂടുതൽ സവിശേഷമാക്കുന്നത് അത് എവിടെ ജീവിക്കുന്നു എന്നതിനേക്കാൾ അത് എന്ത് കഴിക്കുന്നു എന്നതാണ്. കാരണം ഈ ഗൈഡ് അനുസരിച്ച് ഡൂഗോങ്ങിന്റെ ഡയറ്റാണ് അതിനെ കടലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവികളിൽ ഒന്നാക്കി മാറ്റുന്നത്. കറക്റ്റ്. അവ പൂർണ്ണമായും കടൽ പുല്ല്, അതായത് സീഗ്രാസ്, മാത്രം ഭക്ഷിക്കുന്ന ജീവികളാണ്. പ്രായപൂർത്തിയായ ഒരു ഡൂഗോങ് ഒരു ദിവസം ഏകദേശം 40 കിലോഗ്രാം വരെ കടൽപ്പുല്ല് കഴിക്കുമെന്നാണ് കണക്ക്. 40 കിലോ? അതൊരു ചെറിയ അളവല്ല. ഒരിക്കലുമല്ല. അതുകൊണ്ട് അവയുടെ നിലനിൽപ്പ് തന്നെ ഈ കടൽപ്പുൽ മൈതാനങ്ങളെ ആശ്രയിച്ചാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രദേശത്ത് ഡൂഗോങ്ങുകൾ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവിടുത്തെ കടൽപ്പുൽ ആവാസ വ്യവസ്ഥ വളരെ ആരോഗ്യമുള്ളതാണെന്നാണ്. ഒരു തരം ഹെൽത്ത് സർട്ടിഫിക്കറ്റ് പോലെ. അതെ, ഒരു കടലിന്റെ ആരോഗ്യ സർട്ടിഫിക്കറ്റ്. ഇവിടെയാണ് ഈ ഗൈഡിലെ കടലിനടിയിലെ തോട്ടക്കാരൻ എന്ന പ്രയോഗം വരുന്നത്. ഇത് വെറുമൊരു ഭംഗിവാക്കല്ല. ഈ ഗൈഡ് പറയുന്നത് ഡൂഗോങ്ങുകൾ കടലിനടിയിൽ ഒരു കൃഷിക്കാരൻ ചെയ്യുന്ന 3 പ്രധാന ജോലികൾ ചെയ്യുന്നുണ്ട് എന്നാണ്. പുൽത്തകിടി വെട്ടുന്നു, നിലമുഴുന്നു, പിന്നെ മറ്റു ജീവികൾക്ക് താമസിക്കാൻ ഒരു ഫാം ഹൗസ് പണിതു കൊടുക്കുന്നു. നമുക്ക് ആദ്യം ആ പുൽത്തകിടി വെട്ടുന്ന കാര്യം നോക്കാം. അത് വളരെ രസകരമായ ഒരു പ്രക്രിയയാണ്. ഡൂഗോങ്ങുകൾ തുടർച്ചയായി ഒരേ സ്ഥലത്ത് കടൽപ്പുല്ല് മേയുമ്പോൾ പുല്ലുകൾക്കൊരുപാട് പ്രായമാകുന്നതും അവയിൽ നാരുകൾ കൂടുന്നതും തടയുന്നു. നമ്മൾ പുൽത്തകിടി വെട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമോ? ഏതാണ്ട് അതുപോലെ. പുല്ല് മൂത്തുപോകും. അതെ. ഈ മേയൽ പുതിയതും കൂടുതൽ പോഷകസമ്പുഷ്ടവുമായ പുല്ലിന്റെ വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നു. ഫലത്തിൽ അവ തങ്ങളുടെ ഭക്ഷണത്തോട്ടം സ്വയം കൃഷി ചെയ്ത് പരിപാലിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം നിലമുഴുന്നത്. അതെങ്ങനെയാണ് ഒരു ഡൂഗോങ് ചെയ്യുന്നത്? അവ പുല്ലു മാത്രമല്ല, അതിന്റെ വേരും കിഴങ്ങുമൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അതിനായി അവ മുഖമുപയോഗിച്ച് കടൽത്തട്ടിലെ മണ്ണു മാന്തും. ഈ പ്രവൃത്തിക്കിടയിൽ അവ അടിത്തട്ടിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പോഷകങ്ങളെ ഇളക്കിമറിക്കുന്നു. ഈ പോഷകങ്ങൾ വെള്ളത്തിൽ കലരുകയും കടൽപ്പുല്ലിന്റെ വളർച്ചയെ കൂടുതൽ വേഗത്തിലാക്കുകയും ചെയ്യും. ഒരു കർഷകൻ കൃഷിയിറക്കുന്നതിനു മുൻപ് നിലമുഴുന്നതിന് തുല്യമായൊരു പ്രവൃത്തി. അപ്പോ പുൽത്തകിടി വെട്ടി നിലമുഴുതി. ഇനി മൂന്നാമത്തെ കാര്യം, മറ്റു ജീവികൾക്ക് ഫാം ഹൗസ് പണിതു കൊടുക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ കുറച്ച് അതിശയോക്തിയായി തോന്നാം. പക്ഷെ അതാണ് യാഥാർത്ഥ്യം. ഇവിടെയാണ് ഡൂഗോങ്ങുകൾ ഒരു കീസ്റ്റോൺ സ്പീഷീസ് അഥവാ അടിസ്ഥാന ജീവിയായി മാറുന്നത്. അതായത് ആ ആവാസവ്യവസ്ഥയുടെ നിലനിൽപ്പ് തന്നെ ഈ ഒരൊറ്റ ജീവിയെ ആശ്രയിച്ചിരിക്കുന്നു. ഡൂഗോങ്ങുകൾ പരിപാലിക്കുന്ന ഈ ആരോഗ്യകരമായ കടൽപ്പുൽ മൈതാനങ്ങൾ വെറും പുല്ല് മാത്രമല്ല, വാണിജ്യപരമായി പ്രാധാന്യമുള്ള ചെമ്പല്ലി, വറ്റ പോലുള്ള മത്സ്യങ്ങൾ, ചെമ്മീൻ, ഞണ്ടുകൾ എന്നിവയ്ക്ക് മുട്ടയിടാനും അവയുടെ കുഞ്ഞുങ്ങൾക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ടു വളരാനുമുള്ള ഒരു സുരക്ഷിത താവളമായി, ഒരു നഴ്സറിയായി ഈ പുൽമൈതാനങ്ങൾ മാറുന്നു. അപ്പോൾ ഡൂഗോങ്ങുകളില്ലെങ്കിൽ ഈ പുൽമൈതാനങ്ങളില്ല. തീർച്ചയായും. ഈ മൈതാനങ്ങളില്ലെങ്കിൽ അവിടെ വളരുന്ന മത്സ്യങ്ങളും മറ്റ് ജീവികളുമില്ല. എല്ലാം തകർന്നു വീഴും. മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനമാർഗത്തെ വരെ ഇത് ബാധിക്കും. അതെ, ഒരു കണ്ണിയുടെ പ്രാധാന്യം അതാണ്. ആ ഒരൊറ്റ കണ്ണി നഷ്ടപ്പെട്ടാൽ ആ ശൃംഖല മുഴുവൻ തകരും. അതാണ് ഡൂഗോങ്ങിന്റെ പാരിസ്ഥിതികമായ മൂല്യം. ഈ ചർച്ചയെ കൂടുതൽ ഗൗരവമുള്ളൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു വാക്ക് ഈ ഗൈഡിലുണ്ട്: ബ്ലൂ കാർബൺ ഗാർഡിയൻസ്. കാലാവസ്ഥാ വ്യതിയാനവുമായി ഈ കടൽ പശുക്കൾക്ക് എന്ത് ബന്ധം എന്നാരും ഒരു നിമിഷം ചിന്തിച്ചു പോകും. പക്ഷേ ഈ ഗൈഡ് പറയുന്നത് വലിയ ബന്ധമുണ്ടെന്നാണ്. ഇതിനു പിന്നിലെ ശാസ്ത്രം നമ്മൾ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കണം. ഗൈഡിൽ അത് വളരെ ലളിതമായി പറയുന്നുണ്ട്. ഒന്നാമതായി, കരയിലെ ഉഷ്ണമേഖലാ വനമതേക്കാൾ 35 മടങ്ങ് വേഗത്തിൽ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുക്കാൻ ഈ കടൽപ്പുൽ മൈതാനങ്ങൾക്ക് കഴിയും. 35 മടങ്ങോ? അതെ, ഇവ സമുദ്രത്തിനടിയിലെ ഭീമൻ കാർബൺ സംഭരണികളാണ്. ഇത് കേൾക്കാൻ ഗംഭീരമായിട്ടുണ്ട്. പക്ഷേ ഒരു ജീവി അപ്രത്യക്ഷമായാൽ ഒരു കാർബൺ സംഭരണി മുഴുവൻ ഇല്ലാതാകുമെന്ന് പറയുന്നത് ഒരു വലിയ അവകാശവാദമല്ലേ? അതൊരു നല്ല ചോദ്യമാണ്. പക്ഷേ ഗൈഡ് പറയുന്നത് ആ ബന്ധം നേരിട്ടുള്ളതാണെന്നാണ്. ഈ കടൽപ്പുൽ മൈതാനങ്ങളെ ആരോഗ്യത്തോടെ നിലനിർത്തുന്നത് ആരാണ്? ഡൂഗോങ്ങുകൾ. അതെ, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ ഡൂഗോങ്ങുകളാണ്. അവയുടെ തോട്ടപ്പണി ഇല്ലാതായാൽ ഈ പുൽമൈതാനങ്ങൾ നശിച്ചു തുടങ്ങും. അങ്ങനെ നശിക്കുമ്പോൾ അവ ആയിരക്കണക്കിന് വർഷങ്ങളായി സംഭരിച്ചുവെച്ച കാർബൺ തിരികെ സമുദ്രത്തിലേക്കും അവിടെ നിന്ന് അന്തരീക്ഷത്തിലേക്കും വ്യാപിക്കാൻ തുടങ്ങും.
അപ്പോ ഡൂഗോങ്ങുകളെ സംരക്ഷിക്കുന്നത് ഒരു വനം സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. കൃത്യമായി പറഞ്ഞാൽ അത് തന്നെയാണ്. ഈ സൗമ്യനായ ജീവി നിശബ്ദമായി നമ്മുടെ ഗ്രഹത്തെ സംരക്ഷിക്കുന്ന ഒരു കാലാവസ്ഥാ യോദ്ധാവാണ്. ശരിയാണ്. ആ ഒരു കാഴ്ചപ്പാട് പലർക്കും പുതുതായിരിക്കും. ഇത്രയൊക്കെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഈ ജീവികൾ എന്തുകൊണ്ടാണ് അപ്രത്യക്ഷമാകുന്നത്? നമുക്ക് പ്രധാന ഭീഷണികളിലേക്ക് കടക്കാം. ഗൈഡിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ബോട്ടപകടങ്ങളാണ്. അതൊരു വലിയ ദുരന്തമാണ്. ഡൂഗോങ്ങുകൾ വളരെ പതുക്കെ സഞ്ചരിക്കുന്ന സൗമ്യരായ ജീവികളാണ്. ഓരോ 5-10 മിനിറ്റിലും അവയ്ക്ക് ശ്വാസമെടുക്കാനായി ജലോപരിതലത്തിലേക്ക് വരണം. ആ സമയത്താണോ ടൂറിസ്റ്റ് ബോട്ടുകളുടെയും ഫിഷിംഗ് ബോട്ടുകളുടെയും പ്രൊപ്പല്ലറുകളിൽ തട്ടി അവയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു, കൊല്ലപ്പെടുന്നു. പലപ്പോഴും ബോട്ട് ഓടിക്കുന്നവർ ഇത് അറിയാറ് പോലുമില്ല. രണ്ടാമത്തെ ഭീഷണി മീൻ വലയിൽ കുടുങ്ങുന്നതാണ്. പ്രത്യേകിച്ച് ഗിൽ വലകളിലും ഉപേക്ഷിക്കപ്പെട്ട മത്സ്യബന്ധന ഉപകരണങ്ങളിലും, അതായത് ഗോസ്റ്റ് നെറ്റുകളിലും. സസ്തനികളായതുകൊണ്ട് ശ്വാസമെടുക്കാൻ മുകളിൽ വരാൻ കഴിയാതെ അവ മുങ്ങി മരിക്കുന്നു. ശരിക്കും ദാരുണമായ ഒരു അന്ത്യമാണത്. മൂന്നാമത്തേതും ഒരുപക്ഷേ ഏറ്റവും വലുതുമായ ഭീഷണി അവയുടെ ആവാസവ്യവസ്ഥയുടെ നാശമാണ്. തീരദേശത്ത് നടക്കുന്ന അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളും വ്യവസായശാലകളിൽ നിന്നും നഗരങ്ങളിൽ നിന്നും യാതൊരു ശുദ്ധീകരണവുമില്ലാതെ കടലിലേക്ക് ഒഴുക്കിവിടുന്ന മലിനജലവും അതെല്ലാം കൂടി അവയുടെ ഏക ഭക്ഷണമായ കടൽപ്പുൽ മൈതാനങ്ങളെ വ്യാപകമായി നശിപ്പിക്കുന്നു. ഭക്ഷണമില്ലാതായാൽ പിന്നെ എങ്ങനെയാണ് അവയ്ക്ക് നിലനിൽക്കാൻ കഴിയുക? ഈ ഗൈഡില് ഡൂഗോങ്ങിന്റെ മൂല്യത്തിലുണ്ടായ ഒരു മാറ്റത്തെക്കുറിച്ച് പറയുന്നൊരു ഭാഗമുണ്ട്. അത് വളരെ ശ്രദ്ധേയമായി തോന്നി. ചത്ത ഡൂഗോങ്ങിന്റെ മൂല്യത്തിൽ നിന്ന് ജീവനുള്ള ഡൂഗോങ്ങിന്റെ മൂല്യത്തിലേക്കുള്ള ഒരു മാറ്റം. അതെ. ചരിത്രപരമായി നോക്കിയാൽ അവയുടെ മാംസം, എണ്ണ, തുകൽ എന്നിവയ്ക്കായി ഡൂഗോങ്ങുകളെ വ്യാപകമായി വേട്ടയാടിയിരുന്നു. ഈ എണ്ണ ഇന്ധനമായും മരുന്നായും വരെ ഉപയോഗിച്ചിരുന്നു. ഒരു ഡൂഗോങ്ങിനെ കൊന്നാൽ കിട്ടുന്ന സാമ്പത്തിക നേട്ടമായിരുന്നു അന്നത്തെ മൂല്യം. ആ വേട്ടയാടലാണ് പലയിടത്തും അവയുടെ എണ്ണം കുറയാൻ പ്രധാന കാരണമായത്. തീർച്ചയായും. എന്നാൽ ഇന്ന് ആ ചിന്താഗതി മാറിയിരിക്കുന്നു. ആധുനിക ലോകത്ത് ജീവനുള്ള ഒരു ഡൂഗോങ്ങിന് അതിനേക്കാൾ എത്രയോ ഇരട്ടി മൂല്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഫിലിപ്പീൻസ്, ഓസ്ട്രേലിയ, ഈജിപ്റ്റ് പോലുള്ള രാജ്യങ്ങളിൽ ഡൂഗോങ് വാച്ചിംഗ് ഒരു വലിയ ഇക്കോ ടൂറിസം വ്യവസായമാണ്. ശരിയാണ്. ഒരു ഡൂഗോങ്ങിനെ അതിന്റെ സ്വാഭാവിക ആവാസവ്യവസ്ഥയിൽ കാണാൻ വേണ്ടി മാത്രം ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ വരുന്നു. ആ ഒരു തിരിച്ചറിവ് വളരെ പ്രധാനമാണ്. കാരണം ആ ടൂറിസത്തിലൂടെ ലഭിക്കുന്ന വരുമാനം അവിടുത്തെ ഗൈഡുകൾക്കും ബോട്ട് ഓപ്പറേറ്റർമാർക്കും ഹോട്ടലുകൾക്കും അങ്ങനെ ആ പ്രദേശം മുഴുവനും ദീർഘകാലത്തേക്ക് ലഭിക്കുന്നു. സുസ്ഥിരമായ ഒരു വരുമാനം. അതെ. ഒരു ജീവിയെ കൊല്ലുന്നതിലൂടെ ലഭിക്കുന്ന ഒറ്റത്തവണത്തെ ലാഭത്തേക്കാൾ എത്രയോ വലുതാണ് അതിനെ സംരക്ഷിക്കുന്നതിലൂടെ ഒരു സമൂഹത്തിന് വർഷങ്ങളോളം ലഭിക്കുന്ന സാമ്പത്തികവും പാരിസ്ഥിതികവുമായ നേട്ടങ്ങൾ. ഇന്ത്യയിലും ഇവയുടെ സംരക്ഷണത്തിന് വളരെ ശക്തമായ നിയമങ്ങളുണ്ടല്ലേ? ഉണ്ട്. 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ഷെഡ്യൂൾ 1 ഡൂഗോങ്ങിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് ഷെഡ്യൂൾ 1ന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ഒരു കടുവയ്ക്കോ ആനയ്ക്കോ ലഭിക്കുന്ന അതേ നിയമപരിരക്ഷയാണ് ഡൂഗോങ്ങിനുമുള്ളത്. അതായത് ഏറ്റവും ഉയർന്ന സംരക്ഷണം. അതെ, ഏറ്റവും ഉയർന്നത്. അപ്പോൾ ഒരു ഡൂഗോങ്ങിനെ വേട്ടയാടുകയോ കൊല്ലുകയോ ചെയ്യുന്നത് ജാമ്യം ലഭിക്കാത്ത കുറ്റമാണ്. 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യം. എന്നിട്ടും ഈ ഭീഷണികൾ തുടരുന്നു എന്നത് ആശങ്കാജനകമാണ്. നിയമം മാത്രം പോരല്ലോ, സംരക്ഷണ പ്രവർത്തനങ്ങളും വേണം. ആ കാര്യത്തിലും ഇന്ത്യ ഒരു സുപ്രധാന ചുവടുവെപ്പ് നടത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഡൂഗോങ് കൺസർവേഷൻ റിസർവ് തമിഴ്നാട്ടിലെ പാക് ബേയിൽ സ്ഥാപിച്ചു. ഏകദേശം 448 ചതുര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു വലിയ സംരക്ഷിത പ്രദേശം. IUCN പട്ടിക പ്രകാരം വംശനാശ ഭീഷണി നേരിടാൻ സാധ്യതയുള്ളവ അല്ലെങ്കിൽ വൾണറബിൾ ടു എക്സ്റ്റിങ്ഷൻ എന്ന വിഭാഗത്തിലാണ് ഇവ. അതുകൊണ്ട് ഇത്തരം സംരക്ഷിത പ്രദേശങ്ങൾ വളരെ പ്രധാനമാണ്. എന്തുകൊണ്ടാണ് പാക് ബേ തെരഞ്ഞെടുത്തത്? അവിടെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ ഡൂഗോങ്ങുകളെ പ്രധാനമായും കാണുന്നത് ഗൾഫ് ഓഫ് മാന്നാർ, പാക് ബേ, ഗൾഫ് ഓഫ് കച്ച്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിലാണ്. ഇതിൽ തമിഴ്നാടിനും ശ്രീലങ്കയ്ക്കുമിടയിലുള്ള പാക് ബേയിലാണ് ഏറ്റവും വലിയ കടൽപ്പുൽ മൈതാനങ്ങളുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് കാരണം. അതെ. അതുകൊണ്ടുതന്നെ
ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഡൂഗോങ് ജനസംഖ്യയുടെ ഒരു പ്രധാന ഭാഗം അവിടെയാണ് കാണപ്പെടുന്നത്. ആ പ്രദേശം സംരക്ഷിക്കുന്നത് അവയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ചർച്ചയിൽ നിന്ന് ഡൂഗോങ്ങിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ തന്നെ മാറിയിരിക്കുന്നു. അവ കേവലം കടലിലെ സൗമ്യരായ പശുക്കൾ മാത്രമല്ല, അവ കടലിനടിയിലെ അത്യന്താപേക്ഷിതരായ തോട്ടക്കാരാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെ നിശബ്ദമായി ചെറുക്കുന്ന യോദ്ധാക്കളാണ്. നമ്മുടെ സമുദ്രത്തിന്റെ ആരോഗ്യമളക്കാനുള്ള ഏറ്റവും മികച്ച സൂചകങ്ങളാണ്. ഈ സ്രോതസ്സിലെ അവസാന വാചകം ഉദ്ധരിച്ചുകൊണ്ടിത് വ്യക്തമാക്കാം. ആരോഗ്യമുള്ള സമുദ്രങ്ങളുള്ള ഒരു ഭാവിക്ക് ആരോഗ്യകരമായ കടൽപ്പുല്ലുകൾ ആവശ്യമാണ്. ആരോഗ്യകരമായ കടൽപ്പുല്ലുകൾക്ക് ഡ്യൂഗോങ്ങുകളെയും വേണം. ഈ ഒരൊറ്റ വാചകത്തിൽ എല്ലാമുണ്ട്. അവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നിന് ചാര മറ്റൊന്നിന് നിലനിൽപ്പില്ല. ഇനി നിങ്ങൾ ചിന്തിക്കാനായി ഒരു ചോദ്യം. ഒരു ജീവിയുടെ നിലനിൽപ്പ് ഒരു വലിയ ആവാസവ്യവസ്ഥയുമായും ആഗോള കാലാവസ്ഥയുമായും എത്ര ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മളിപ്പോൾ കണ്ടു. ഇതുപോലെ നമ്മുടെ ചുറ്റുപാടുകളിൽ നാം വേണ്ടത്ര വിലകൽപ്പിക്കാതെ പോകുന്ന മറ്റ് ഏതൊക്കെ അടിസ്ഥാന ജീവികൾ, അതായത് കീസ്റ്റോൺ സ്പീഷീസ് ഉണ്ടാകാം? ഒരു തേനീച്ചയോ ഒരു ചിതലോ അല്ലെങ്കിൽ നമ്മുടെ മണ്ണിലെ ഒരു മണ്ണിനെയോ ആകാമത്. അവയുടെയെല്ലാം നിശബ്ദമായ പ്രവർത്തനം നമ്മുടെ ഈ ലോകത്തിന്റെ ആരോഗ്യത്തിന് എത്രത്തോളം അത്യന്താപേക്ഷിതമായിരിക്കും.